നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ കർത്താവിന്റെ കൃപകളെ ഓർത്ത്, അവന്റെ വിശ്വസ്തതയെ ഓർത്ത്, അവന്റെ പരിപാലനത്തെ ഓർത്ത്, രക്ഷാദാനമായി നൽകിയതോർത്ത്, പുത്രനിലൂടെ നമ്മെ രക്ഷിച്ചതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവന്റെ കൃപയ്ക്കായി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വി പ്രൈസ് യു ലോർഡ്. ഇടമില്ലാത്ത ദാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ, ഇത് രാവിലെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയ പദവിക്കായി സ്തോത്രം. മക്കളെന്ന പദവിയോടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഭാഗ്യം തന്നതിനായി സ്തോത്രം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നതിനായി സ്തോത്രം. ആരോഗ്യവും പ്രത്യാശയോടെ തിരുസന്നിധിയിലായിരിക്കാൻ നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ആദ്യോടെ നമ്മുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുവഴുത്തിലൂടെ ഞങ്ങളുടെ ദാസന്മാരോട് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയോട് സ്നേഹം വർദ്ധിപ്പാൻ, ആമേൻ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനമയച്ചുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവിടെ ആക്കിയിട്ട് വിവിധ സ്ഥലങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രാവിലെയും കടന്നു വരുവാൻ ആരോഗ്യവും പ്രത്യാശയും സമാധാനവും നിത്യതയുടെ ബോധ്യവും നൽകി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വന്നതോർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ നമുക്ക് ആദ്യം മഹത്വപ്പെടുത്താം. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Psalm number 29. Let's read it responsibly and the last verse together. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുക്കുവിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങും. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാകുന്നു. അത് വനങ്ങളെ തോലിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. ചേർന്ന് വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നല്ല ദൈവത്തെ സേവിപ്പാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചവരായ നാം ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ, എന്താ പറയുന്നേ? യഹോവയ്ക്ക് കൊടുക്കുവിൻ. നാം അതിനായി ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്നത്.
അവൻ ചെയ്ത ഉപകാരങ്ങൾ, അവന്റെ വിശ്വസ്തത, അവൻ നമ്മെ രക്ഷിച്ചതെല്ലാം ഓർത്ത് ദൈവത്തിന് കൊടുക്കുവാനായി നാം കടന്നു വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല. ആകയാൽ യാതൊരു പ്രേരണയും കൂടാതെ, പരപ്രേരണ കൂടാതെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ, ആരാധനയായി അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുവാൻ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവിൻ. ഹല്ലേലൂയ. എന്താ കൊടുക്കണ്ടേ? അവന് മഹത്വം കൊടുക്കണം. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെ അവന് മാത്രം മഹത്വം. ഹല്ലേലൂയ. മാത്രമല്ല അവന് ശക്തി കൊടുക്കണം, ശക്തി കൊടുക്കണം. ദൈവം എന്താ റെസ്പോൺസ് ആയിട്ട് ചെയ്യുന്നേ? അവസാനത്തെ വാക്യം, അവൻ തന്റെ ജനത്തിന് ശക്തി നൽകും. ബലഹീന അവസ്ഥയിലായിരിക്കുന്നവർക്ക്, ആമേൻ, ഉള്ളിൽ താണിരിക്കുന്നവർക്ക്, ഹല്ലേലൂയ, നിരാശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മാത്രമല്ല അവരുടെ ഉള്ളിൽ നിത്യ സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്ന ഈ നല്ല ദൈവത്തെ ഒരിക്കൽ കൂടെ നമുക്ക് വാഴ്ത്താം, അവനെ സ്തുതിക്കാം, അവൻ പരിശുദ്ധനെന്ന് പറയാം. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ വാഴ്ത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്തോത്രങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ യാഗമായി നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം വശിക. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീ
Worship you, Lord. Hallelujah. Hallelujah, hallelujah. കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ ആരാണെന്ന് അറിഞ്ഞ് അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ഇന്ന് രാവിലെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട്. Hallelujah. We praise you, Lord. We praise you, Lord. Hallelujah, 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 hallelujah. Thank you, Lord. നാം അടുത്ത് പാടാൻ പോകുന്ന ഗാനം, നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, നാം എവിടെയായിരുന്നു, നാം ഇപ്പോൾ ആരായിരിക്കുന്നു, ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ്. എന്നിട്ട് പാട്ടുകാരൻ പറഞ്ഞു, അത് കാരണം ഞാൻ അവനെ വാഴ്ത്തി സ്തുതിക്കാൻ പോകുകയാണ്. എൻ്റെ താഴ്ചയിൽ ഓർത്ത എൻ്റെ ഈശ്വരനെ ഞാൻ വാഴ്ത്താൻ പോകുക. ഹല്ലേലൂയ. ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചത് എൻ്റെ ജീവിതം, മാറ്റിയല്ലോ എൻ്റെ ജീവിതത്തെ മാറ്റമില്ലാത്ത തൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശ്വരനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശ്വരനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശ്വരനെ, വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്താലേ, വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്താലേ, ആയിരമായി സ്തുതിച്ചിടുന്നേ,
അനുഗ്രഹിച്ച, എന്റെ ഉള്ളിൽ പ്രത്യാശ നൽകിയ, അവന്റെ ആത്മാവിനാൽ എന്നെ നിറച്ച, ഹല്ലേലൂയ ഹല്ലേലൂയ, നിത്യസമാധാനത്തിലും ശക്തിയാലും എന്നെ അനുഗ്രഹിച്ച എന്റെ നാഥനെ വാഴ്ത്തി ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. Amen, amen. We praise you, we praise you, we praise you, we praise you. We thank you, Lord. We worship you, Lord. Hallelujah, 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 hallelujah. We praise you, we praise you, we praise you. Hallelujah. Amen, 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 amen. Thank you, Lord. We worship you, we worship you. Hallelujah, hallelujah, hallelujah. അവന്റെ സ്നേഹം എത്രയോ വലിയത്, അവന്റെ കരുണ എത്രയോ വലിയത്. അവൻ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. Thank you, Lord. 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 നാം തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മെ തന്നെ സമർപ്പിച്ച ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രിയ സാമച്ചാൻ തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. Thank you, Lord. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കാരണം ഒന്ന് എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും. Before I go further, I will invite our youngsters to come forward and recite the word of God. He who abides in him ought himself to walk as he walked. I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul know very well. Luke 9 verse 23, then he said to them all, if anyone desire to come after me, that let him deny himself and take up his cross daily and follow me. 1 Peter 2 verse 21, for to this you were called, because Christ suffered for us, leaving us an example that you should follow his steps. Matthew 16 verse 24 and 25. Then Jesus said to his disciples, whoever wants to be my disciple
must deny themselves and take up their cross and follow me. For whoever wants to save their life will lose it, but whoever loses their life for me will find it. Therefore, I urge you, brothers and sisters, in view of God's mercy, to offer yourselves as a living sacrifice, holy and pleasing to God. This is your true and proper worship. Romans 1, verse 12. 1 Corinthians chapter 15, verse 50. So now I say to you this, brethren, that flesh and blood shall not inherit the kingdom of God, nor the perishable shall inherit the imperishable. Praise God. I praise and thank God that God has given me another year in my life, and that I thank the brothers and sisters and the pastors of the church praying for me. Therefore, do not conform to this world, but be transformed by the renewing of your mind, that you may prove what is good, acceptable, and the perfect will of God. Romans 12, verse 2. Matthew 16, verses 24 and 25. Then Jesus said to his disciples, "Whoever wants to be my disciple must deny themselves and take up their cross and follow me. For whoever wants to save their life will lose it, but whoever loses their life for me will find it." Rejoice. Mom, I would say rejoice in the Lord always. Philippians 4:4. Oh, wait. One more is coming. കിസ് ചെയ്തില്ല, അത് മതി ഇപ്പോഴേ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ബ്രദർ രാജു തോമസ് പ്രാർത്ഥിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് തന്ന ദാനങ്ങളാ. Every good gift and perfect gift comes from above. പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നില്ലേ? അവർ ആലയത്തിൽ അവരുടെ പാരൻസിനോട് കൂടെ വന്ന് ഈ സ്റ്റേജ് വന്ന് ഒരു വാക്യം പറയുവാൻ ദൈവം കൃപ കൊടുത്തില്ലേ? അവർ പറയുന്ന വചനങ്ങൾ ഉൾനട്ട വചനമായി തീരുവാൻ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവരൊക്കെയും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉതകപ്പെടുവാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. രാജു പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. യെസ് ലോർഡ്. ഓ ജീസസ്. Thank you, Jesus. Oh, Lord. Yes. സ്തോത്രം. Oh, Jesus. Yes, Father. Yes. Tawe. Oh, yes. Thank you, Lord. Amen. Thank you. God bless you. ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരും കർത്തൃഭൃത്തന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യ ഉള്ളതോർത്ത് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവം അവകാശമൊരുക്കി. നമുക്കറിയാമല്ലോ ഇന്ന് പ്രസംഗിക്കേണ്ട വിഷയം ഏതാണെന്ന് പറയുന്നില്ല ആരും. നിങ്ങൾ വേണ്ട പോലെ എല്ലാവരും പറയാത്തതുകൊണ്ട് ഞാൻ ടോപ്പിക് ചേഞ്ച് ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം.
Acts chapter 2, verse 1 through 4. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകുന്നതുപോലെ എല്ലാവർക്കും അന്യഭാഷകളിൽ. When the day of Pentecost has fully come, they were all with one accord in one place. And suddenly there came a sound from heaven as of a rushing mighty wind. And it filled the whole house where they were sitting. അവിടെ ഇരുന്ന സ്ഥലത്ത് നിറച്ചു. ഒരു നല്ല സ്തോത്രമൊക്കെ പറയണം. ഞാൻ പ്രസംഗിക്കുവല്ല, വചനം വായിക്കുക. Then there appeared to them divided tongues as of fire, and one sat upon each of them. And they were all filled with the Holy Spirit. അത് ഇന്ന് പകൽ ഇവിടെയും നടക്കണം. And began to speak with other tongues as the Spirit gave them utterance. ഇന്നത്തെ സൺഡേയുടെ പ്രത്യേകത ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 50-ാമത്തെ ദിവസമായത്. നമ്മൾ ആചരിക്കുന്നൊന്നുമില്ലെങ്കിലും ഒരു മോക്കാമില്ലത്തോ ബോനാച്ചായ ഒരു കാര്യമൊന്ന് ഒരു നമുക്കൊരു ചാൻസ് കിട്ടണം എന്തെങ്കിലും ഒന്ന് പറയാൻ. അപ്പോൾ ഇന്നെന്തുവാ? പെന്തക്കോസ്ത് ദിവസമാണ്. ഉയർത്തെഴുന്നേറ്റിന് ശേഷം 50-ാമത്തെ. പെന്തക്കോസ്ത് പറഞ്ഞാൽ 50th ഡേ എന്നേ ഉള്ളൂ. ഞാൻ ഇതോട് ചേർന്ന് ഒരു ഏതുമാ കൂടെ വായിക്കാം. Ephesians chapter 1, verse 20 through 23. എഫേസ്യ ലേഖനം. Amen. And he put all things under, 22 മാത്രം ഞാൻ വായിക്കുന്നു, 22-23. And he put all things under his feet and gave him to be head over all things to the church, which is the holy body, which is his body, the fullness of him who fills all in all. Which is his body, the fullness of him who fills all in all. നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമാകുന്ന സഭ, അതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ സഭയിൽ എന്തുണ്ട്? നിറവുണ്ട്. ഇനി ആർക്കെങ്കിലും അല്പം കൊണ്ട് വേണമെങ്കിൽ നിറയ്ക്കുന്നവനും ഇവിടെയുണ്ട്. നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. From the cross to the Pentecost. ക്രൂശ് മുതൽ പെന്തക്കോസ്ത് വരെ. സ്വതന്ത്രം ചെയ്യണേ. ഇന്ന് ഇച്ചിരി അരങ്ങിയൊക്കെ ഇരിക്കേണ്ട ദിവസമാണ്. എന്നും ഇരിക്കുന്നുണ്ട്. ഇന്ന് ഇച്ചിരൂടെ ഇന്നത്തെ ആരാധനയൊക്കെ ബഹുദൂരം കേൾക്കണം. ബൈബിളാണ് ഞാൻ പറയുന്നേ, EPCയുടെ പ്രമാണമൊന്നും അല്ല പറയുന്നത്. അവിടെ യെരുശലേമിൽ വന്നവരല്ല ആ സ്ഥലത്ത് കൂടിയെന്ന് കേട്ടവ വന്നു. അന്ന് നടന്നതല്ല ഇവിടെ ഇന്ന് നടക്കണം. നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ സഭയിൽ അവൻ നിറയ്ക്കുവാൻ ഇവിടെയുണ്ട്. ഓക്കെ, പുട്ട് ഇറ്റ് ബാക്ക്. ഓഫ് ചെയ്തേരാം. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങയുടെ വചനത്തിന് അവിടുത്തോളം വലുപ്പമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങുവാൻ കർത്താവ് കൃപ തന്നു. ദൈവകൃപയുടെ വ്യാപാരം എല്ലാ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. അടിയനോട് അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. പെന്തക്കോസ്റ്റ് അതൊരു ഇവൻ്റ് ആണോ, ഒരു എക്സ്പീരിയൻസ് ആണോ? ഒന്നുകൂടെ ചോദിക്കാം. പെന്തക്കോസ്റ്റ് അതൊരു ഇവൻ്റ് ആണോ, ഒരു എക്സ്പീരിയൻസ് ആണോ? അതല്ലേ എക്സ്പീരിയൻസ്? ബോത്ത്, രണ്ടുമാ. പഴയ നിയമത്തിൽ അതൊരു ഇവൻ്റാ. യഹോവയായ ദൈവം തന്നെ ജനത്തിന് കൊടുത്ത പെരുന്നാളുകളിൽ 7 അതിൽ പ്രധാനപ്പെട്ട 3. അതിലൊന്നായത് ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്റ്റ് പെരുന്നാൾ. അപ്പം അതൊരു ഇവൻ്റാ. VBS ഒരു ഇവൻ്റ് അല്ലായിരുന്നു, നമ്മളിവിടെ കണ്ടക്ട് ചെയ്തില്ലയോ? അത് നമ്മൾ ചിന്തിച്ച് ചെയ്ത് സഭ പറഞ്ഞോ ഉണ്ടായ ഒരു ഇവൻ്റാ. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമവിശ്വാസിക്ക് അഥവാ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ജനം ആചരിക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം നിയമിച്ചാക്കിയ ഒരു ഇവൻ്റാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പം അത് ഇവൻ്റ് അല്ല. നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടവർക്ക് ഈ ഇവൻ്റ് ആണെന്ന് ഓർമ്മ വന്നില്ല. പെന്തക്കോസ്ത് നാൾ വരുന്നുണ്ട്, അന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നും ആ ശിഷ്യന്മാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ഇനി 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പെന്തക്കോസ്ത് ദിവസം വരും, അന്ന് എന്തെങ്കിലും നടക്കുമെന്ന് അവർക്കൊരു ഓർമ്മയില്ലായിരുന്നു. അവർക്ക് എന്ത് ലഭിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ പറഞ്ഞവൻ മറക്കത്തില്ലെന്നറിയാം. ഒരു നല്ല സഹോദരൻ പറയണേ. കാരണം പറഞ്ഞവൻ മറക്കത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു മനസ്സോടെ ഒരു പ്ലേസിൽ ഒന്നിച്ച് കാത്തിരുന്നു. ഇന്നു പകരം എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു മനസ്സോടെ ഒരു പ്ലേസിൽ ഒന്നിച്ച് നിൽക്കണം. എല്ലാ നിലയിലും യൂണിറ്റി, യൂണിറ്റി എല്ലാ നിലയിലും വേണം. ആത്മാവിൻ്റെ ഐക്യതയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലമായത്. അപ്പോൾ ഇവൻ്റെ പുസ്തകം 23 തോന്നുന്നു, 23 അധ്യായവും ആവർത്തനം 16 അധ്യായത്തിലും ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വായിക്കാൻ സമയമില്ല, അങ്ങോട്ട് പോകുന്നില്ല, കാരണം ആകെ അരമണിക്കൂറേ ഉള്ളൂ. ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ പകുതി കട്ട് ചെയ്യണ്ടായോ? അപ്പോൾ പഴയ നിയമത്തിൽ ഇവൻ്റ് പറയുന്ന 23 ലേവിയ 23 ഡ്യൂട്ടറോണമി ആവർത്തനം 16 ഇവൻ്റ് യഹോവയുടെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. യഹോവയുടെ ഉത്സവങ്ങൾ. ഹല്ലേലൂയ. പക്ഷേ എക്സ്പീരിയൻസ് ഇവൻ്റ് അല്ല, രുചിച്ചു നോക്കുവീൻ, ടേസ്റ്റ് ആൻഡ് സീ. ഹല്ലേലൂയ. അതൊരു അനുഭവമാണ്. ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ ഒരു ഭക്തൻ ആഗ്രഹിച്ച കാര്യം അറിയാമല്ലോ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചവർ ഉണങ്ങിയിരിക്കേണ്ടവരല്ല. ഇതാണ് ബിസിനസ് തോറ്റുപോയവരുടെ മുഖഭാവം പോലെ. എനിക്ക് ഫിലിപ്പിയർക്ക് എഴുതുക, നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പൊ ആരംഭം എനിക്കറിയാം. പൗലോസ് പറയുക, എവിടുന്ന് ആരംഭിച്ച? ജയിലിൽ നിന്നാ വന്നത്. ഒന്നും യാദൃശ്ചികമല്ല. ഒരു സ്വന്തം പറയാമോ? ജയിലിൽ പോയാലും യാദൃശ്യമല്ല, കഷ്ടതയായാലും യാദൃശ്യമല്ല, തല്ലുകൊണ്ടാലും യാദൃശ്യമല്ല, നിന്നയാണെങ്കിലും യാദൃശ്യമല്ല.
കഴിഞ്ഞ 2-3 ആഴ്ചയായി ഞാൻ സംസാരിക്കുന്ന വിഷയമാണല്ലോ. ഞാൻ മറന്നുപോയി എന്തുവായിരുന്നത്. സ്റ്റേ വിത്ത് മീ, എന്നോട് ചേർന്ന് പഠിക്കാൻ. കാരണം ക്ലാസ് റൂമിൽ പഠിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾ കൂടി നമ്മെ കൊണ്ടുപോകുന്ന ക്ലാസ് റൂമിൽ പഠിക്കാൻ വേണ്ടിയാ. ഇവിടെ ജയിലിൽ കിടക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, യോ ആ ജയിലറയ്ക്കുള്ളിൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പുനരുത്ഥാന ശക്തി ജയിലറയ്ക്കുള്ളിൽ ഇറങ്ങി വന്നപ്പോൾ അടിസ്ഥാനങ്ങൾ ഇളകി. ദൈവമക്കളെ, ആരാധന ഉണ്ടെങ്കിൽ പിശാച് ഉറപ്പിച്ച് അടിസ്ഥാനങ്ങൾ ഇളകും. ഒരു നല്ല സ്തോത്രം പറയാമോ? അടിസ്ഥാന വിളയുമ്പോൾ ജയിൽ തന്നെ തുറന്നു. നമ്മൾ ഈ വിടുതലിന് വേണ്ടി ഒന്നും ആരാധിക്കേണ്ട, വിടുതൽ ഉണ്ട് അതിനകത്ത്. അവനെ കണ്ടുകൊണ്ട് ആരാധിക്കേണ്ടത്. ചില പറയൂ, ഇപ്പോൾ ആരാധിക്കുക, വിടുതൽ കിട്ടും. ആരാധിക്കാനല്ല വിടുതൽ, അങ്ങനെ ആ ഭാഷയെ ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വിടുതൽ കിട്ടിയില്ലെങ്കിൽ ആരാധിക്കേണ്ടെന്നല്ലേ അർത്ഥം. വിടുതൽ കിട്ടുമോ ഇല്ലയോ എന്ന് അവൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യമായി. എൻ്റെ പ്ലാന് അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. എൻ്റെ രോഗം മാറിയോ, എൻ്റെ പ്രാർത്ഥന കേട്ടോ, എൻ്റെ വിഷയത്തിൽ വിടുതൽ ലഭിച്ചോ, അതല്ല എൻ്റെ വിഷയം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാഥൻ്റെ വിഷയം. ഓ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പെന്തിക്കോസ് എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസം, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് അടുത്ത 50 ദിവസം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഇസ്രായേലിലെ മിസ്രൈമിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാനും ഇപ്പം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്താലും വേണ്ടപോലെ ആ ദൂതിൽ പ്രകാശിച്ച് വരണമെങ്കിൽ ഇവിടെ വരുമ്പോഴാണ്. ആണോ പക്ഷേ? ആന്നോ? അല്ല, സത്യം പറയാം. അല്ല, ഈ തമാശൊന്നുമല്ല. പലതും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പുതിയ വെളിപ്പെടുത്തുന്നത്. മിസ്രൈമിൽ നിന്ന് 400 വർഷത്തെ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അന്ധകാരത്തിന് വിളിച്ചിട്ട് അവർ വിളിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞു. പഴയ നിയമസഭയോട്, അങ്ങനെ തന്നെ ബൈബിളിൽ ചെയ്തിട്ടുണ്ട്, പഴയ നിയമസഭ ചെയ്തിട്ടുണ്ട്. പഴയ നിയമസഭയോട് വിളിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ അതേ ഉദ്ദേശമാണ് അവൻ ഇന്നും മാറ്റമില്ല പുതിയ സഭയ്ക്കും. പർപ്പസ് ഒന്നും ദൈവം മാറ്റത്തില്ല. കാരണം അവൻ പരമാധികാരിയും അനാദിയിൽ ഉള്ളവനും അനന്തത വരെ ഉള്ളവനുമാണ്. സ്തോത്രം. അവൻ വിളിച്ച ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? എക്സോഡസ് പോണം. 3:7 വെട്ടും. 3:7 വെട്ടും. കണ്ടു കേട്ടു. അടുത്ത അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വെടിവെപ്പാൻ 400 വർഷം അവിടെ പോയി. 400 വർഷം ഈ കാര്യങ്ങൾ എന്തില്ല, ഓർത്തില്ലേ? എനിക്കതിന് മറുപടിയില്ലെങ്കിലും ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്, അമോര്യരുടെ അകൃത്യം തികയുവോളം. നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ പിശാചിലൂടെ ക്ലാസ് ഉണ്ട് അതിനകത്ത്. പറഞ്ഞ് മനസ്സിലാകുന്നില്ല. അവനും അറിയണം ഇവർ ജീവിക്കും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. 15-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതാ ഇവിടെ വന്നത് ഉൽപ്പത്തി. അങ്ങോട്ട് പോകണ്ട. 400 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. വായിച്ചാണ് സിസ്റ്ററെ ബാക്കി. അപ്പൊ എങ്ങോട്ടാ കൊണ്ടുവന്നേ? അടുത്തത് അടുത്തത്
മതി 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 മതി. എങ്ങോട്ടാ കൊണ്ടുവന്നേ? അത് എഴുതിട്ടില്ല ഇവിടെ. അതൊന്ന് വായിച്ച്. ആ പാലും തേനും. അയ്യോ, അത് വിട്ടുപോയി മുമ്പേ അല്ലേ? അത് ഇല്ല, വായിച്ചേ, ഞാൻ കേട്ടില്ല. പാലും തേനും. അതെന്ത്? നിങ്ങൾ പാലിങ്ങനെ ഒഴുകി, അവിടെ ആരെങ്കിലും പോകുമോ? പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കുപ്പിപ്പാൽ കിട്ടാനില്ല. തേന്, അത് ശരിയാ. പക്ഷേ ഇച്ചിരി ആത്മീയാർത്ഥം ഞാൻ മുമ്പോട്ട് പോകാം. ഭാഷയേക്കാൾ മുമ്പില്ല ഞാൻ. സോറി ഉണ്ട്. ഞാനങ്ങ് പറയട്ടെ, ഏത് ദേശത്തേക്ക് ഞാൻ, എൻ്റെ കനാലല്ല എൻ്റെ വിഷയം. ഒരു ദേശത്തേക്ക് കൊണ്ടുപോവുക. അവിടെ പാല് തന്നെ ഒഴുകുന്നത്. വചനമെന്ന മായമില്ലാത്ത പാല്. ആരാ ഈ വചനം? ക്രിസ്തു. അപ്പൊ ക്രിസ്തു എന്ന പൂർണ്ണതയുള്ളവൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? തേന് ഒരു നല്ല പാട്ടില്ലേ? തേനിലും മധുരമാ യേശു ക്രിസ്തു. അപ്പൊ ഈ പാലും മതി മതി മതി. എന്റെ സമയം നിങ്ങൾ എടുക്കുന്നത്. പാലും തേനും എന്തുവാ? യോ, അവനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണെന്ന് അർത്ഥം. മുമ്പേ മരിച്ചുപോയി അച്ചാച്ചനെ കാണാൻ ആരും പോകരുതേ. ഇന്നാണ് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പറയുന്ന ഒരു ആശ്വാസ വാക്കെന്നേ ഉള്ളൂ. അതൊന്നും വെറുതെയാ. നമുക്ക് അവിടെ പോയി അച്ചാച്ചാക്ക് പോയിക്കോ, ഞാൻ വന്നാൽ നമുക്ക് കാണാം. അതിനൊന്നും പോകാൻ സമയമില്ല. അവിടെ പോകുന്നത് തിങ്ങി നിൽക്കുന്നവനെ കാണാനാ. ഹല്ലേലൂയ. ആ ദേശത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിളിച്ചത്. നമ്മളോട് ഇത് തന്നെയല്ലയോ പറഞ്ഞത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും. ഓ ഹല്ലേലൂയ. വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം. വിശുദ്ധ വംശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് കേട്ടോ. എക്സ്പയറി ഡേറ്റ് ഇല്ലയോ? മനുഷ്യനുണ്ടാക്കുന്നതിന് എല്ലാത്തിനും ഉണ്ട്. മന്നയ്ക്കും ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ പറയട്ടെ, ഭാഷ മുഴുവൻ പറയട്ടെ. ഇങ്ങനെ നോക്കി. മന്നയ്ക്കും ഉണ്ടായിരുന്നു. 12 മണിക്കൂർ കൂടുതൽ വെച്ചാലേ. ഫ്രിഡ്ജൊക്കെ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ ആ കൊടുത്തില്ല. ഇല്ലായിരുന്നു. ഫ്രിഡ്ജിനകത്ത് പൊതിഞ്ഞാ കൊടുത്തേ. ആ ഫ്രിഡ്ജും 12 മണിക്കൂറേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇന്നത്തെ ഫ്രിഡ്ജും എന്തുവാ? തണുപ്പല്ലേ? മഞ്ഞ കൊടുത്തത് എങ്ങനാ? മഞ്ഞിനകത്ത് പൊതിഞ്ഞാ കൊടുത്തത്. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മൾ വെക്കുന്ന പോലെ 1-2 ആഴ്ച കഴിയുമ്പോൾ ചൂടാക്കാനൊന്നും പോരുത്. എന്തുവാ ആമേൻ? സന്ധ്യയ്ക്ക് മുമ്പ് എടുത്തോണം. എക്സ്പയറി ഡേറ്റ് ഉള്ളതിനും പിന്നെ ഉപയോഗിക്കാൻ പുതു അത് തന്നെ തരും. അങ്ങനല്ലയോ? എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഇതുപോലെ ഒരു സാധനം നാളെ തരാവുന്ന. കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, 40 വർഷം ഇതേ മന്ന പെട്ടകത്ത് എഴുതിട്ട് ഉടമ്പ് വന്നോ? ഇതേ മന്ന 40 വർഷം തളിർത്ത വടിയുടെയും കെരൂബുകളുടെയൊക്കെ അടുത്ത്, തേജസ്സിന്റെ അടുത്ത് പെട്ടകം ക്രിസ്തുവിനെ കാണിക്കുന്നു. അവന്റെ അടുത്ത് ഇരുന്നപ്പോൾ അത് കേടായില്ലെന്ന്.
സാക്ഷാൽ വചനമായവന്റെ അടുത്ത് വചനമുണ്ട്, അത് കേടാകുന്നതല്ല. ഈ മരുഭൂമിയിൽ നിനക്ക് അന്നുള്ള ഭക്ഷണം തരും, പക്ഷെ അവിടെ പെർമനന്റായി സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. പക്ഷെ ഇന്നത്തെ കൂടെ നാളത്തെ പോലെ നാളത്തെ എന്നും നിനക്ക് ആവശ്യമാ. അതുകൊണ്ടല്ലയോ എന്നും ആലയത്തിൽ വരുന്നത്. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. ഓക്കെ, ഇവിടുന്ന് വിളിച്ച് കൊണ്ടുപോകാനാ ഒരു ദേശത്ത് വിശാലവും നല്ലതുമായ ദേശം. ഇവിടെ അങ്ങ് എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനത്തത്? നമ്മളൊക്കെ പണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോകുന്നു വിചാരിച്ചതാ. ഇവിടെ ഒരു ദൂതുണ്ട്, മഞ്ഞ് പൊഴിയുന്ന സ്ഥലത്ത്. കാശ്മീർ, പക്ഷെ കാശ്മീരിന്ന് പേര് വരത്തില്ല, US എന്നാ പേര് വരുന്നത്, അല്ലെങ്കിൽ കാനഡ എന്നാണ്. കാശ്മീരിൽ മഞ്ഞ് പൊഴിയുന്ന സ്ഥലമുണ്ട്. സ്വത്രം നല്ലതും വിശാലതുമായ സ്ഥലം. ഇതേത് സ്ഥലമാണെന്നറിയാമോ? അപ്പൻ്റെ ഭവനമുള്ള സ്ഥലം. വീടൊക്കെ കിട്ടുമ്പോഴേ ഡെഡിക്കേഷൻ നല്ലതാണ്, പക്ഷേ ഇതാ പെർമനന്റ് ഒന്നും വിചാരിച്ചേക്കരുത്. എൻ്റെ ആരോഗ്യം കൊണ്ട് ഇത് കിട്ടുമെന്ന് വിചാരിച്ചേക്കരുത്. ഞാൻ അധ്വാനിച്ചുകൊണ്ട് മേടിച്ച് വീഴാന്ന് പറയുന്നൊരിക്കലും. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി എന്നത് അവനാ. സ്തോത്രം, സ്തോത്രം. എവിടെ പോകാനാ വിളിച്ചത്? അതിന് മറുപടി യോഹന്നാൻ പറയുന്നുണ്ട്. പാസ്റ്ററെ, എന്റെ പിതാവിന്റെ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വായിച്ചാട്ടെ ഞാൻ എവിടാ പോകുന്നത്? സ്ഥലമൊരുക്കാൻ പോകുക. അതാ നല്ലതും വിശാലതുമായ സ്ഥലം. ഞാൻ പുതുനിയമത്തിന്റെ ബേസിൽ സംസാരിക്കുന്നത്. പഴയ നിയമം പലത് കാണിച്ചിരുന്നെങ്കിലും നമുക്ക് ആശ പുതുനിയമമാണ്. നല്ലതും വിശാലവും. അവിടെ വായിച്ചത്, ഞാൻ നിങ്ങൾ സ്ഥലം ഒരുക്കാൻ പോകുക. വീട് പണിയാൻ പോകുന്നില്ല, ആദ്യം സ്ഥലം ഒരുക്കാൻ പോകുന്ന പറഞ്ഞു. അടുത്തത് സ്ഥലം ഒരുക്കുക. അവൻ ഇരിക്കുന്നിടത്ത്, അതാണ് പാലും തേനും ഒഴുകുന്ന സ്ഥലം. അവിടെ മന്ന കേടാകത്തില്ല. അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്. തേനിലേക്കാളും മധുരമുള്ളവൻ അവിടെയാ ഉള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചോട്ടെ. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ. അത് പഴയ നിയമത്തിൽ അതില്ല, കനാനേ ഉള്ളു. ഇതിവിടെ പുതുനിയമത്തിലെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ നോക്കി, പറഞ്ഞവൻ മറക്കത്തില്ല കേട്ടോ. അവന്റെ വരവിന്റെ പ്രത്യാശാൽ ആത്മീയന്റെ ഉള്ളം നിറയണം. നമ്മുടെ പ്രത്യാശ നിത്യജീവനാ. എന്തുമായി നിത്യജീവൻ? നിത്യത മുഴുവൻ അവനോടുകൂടെ വസിക്കുന്നവൻ, ജീവനുള്ളവന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒന്ന്, പാലും തേനും ഒഴുകുന്ന ദേശം. രണ്ട്, അത് കഴിഞ്ഞു. രണ്ട്, പെട്ടെന്ന് വായിച്ചാണ്, എനിക്ക് സമയം പോകുന്നു. 7:16 വായിച്ചു. 7:16. ഉൽപ്പത്തി അല്ല, പുറപ്പാട്. അത് തന്നെ. പുറപ്പെട്ടവൻ ആരാധിക്കണം. പുറപ്പെട്ടവൻ എന്ത് ചെയ്യണം? അതിനല്ലേ വിളിച്ചത്. ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്റെ വല്ലം വേണോ അതെല്ലാം തന്നേക്കാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? നോ. ചെല്ലുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, വിടേണ്ട കാര്യവും പറഞ്ഞു, ചെയ്യേണ്ട കാര്യം പറഞ്ഞു. എന്നെ ആരാധിക്കുവാൻ, എൻ്റെ ജനത്തെ
വിട്ടയക്കണം. അപ്പോൾ വിട്ടയക്കപ്പെട്ട ജനം എന്ത് ചെയ്യണം? ഉറക്കുമെന്ന് പറഞ്ഞേ. ഇതാ ഞാൻ പറഞ്ഞു ഈ ഉണക്ക സ്വതന്ത്രം കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഒരു കുഞ്ഞും നമ്മുടെ ഈ അമ്പലങ്ങളിലും അവിടെ ഇവിടേക്ക് എന്തൊരു ആരാധനയാണെന്നാ പറയുന്നത്. അതൊക്കെ കണ്ടാൽ ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാലിനും നടക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, ബാക്കി എന്തോ നിങ്ങൾക്കറിയാം. ജീവനുള്ള ദൈവത്തെ സ്തോത്രമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന, ഹൃദയം വേദനിക്കുമ്പോൾ അനുഭവിക്കുന്ന, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവാദിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ അവൻ വിട. ഇന്നത്തെ സങ്കീർത്തനത്തിലുണ്ട്, അല്ല പക്ഷേ അവന്റെ നാമത്തിന് 2 3 വാക്യമാണ്. അവന്റെ നാമത്തിന് തക്ക മഹത്വം. ആരെന്ന് വിചാരിച്ച ഇതിവിടെ വന്നത്? അവനെ അറിയേണ്ടതുപോലൊന്ന് അറിഞ്ഞാൽ അവങ്കലുള്ള ഭക്തിയോടെ അവനെ ആരാധിക്കും. നിങ്ങൾക്കറിയാമോ, വർഷത്തിൽ 3 ഉത്സവങ്ങൾ, വർഷത്തിൽ 7 കൊണ്ട് വരാം. പക്ഷേ വർഷത്തിൽ എഴുതിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് 2 ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. വർഷത്തിൽ 3 പ്രധാന ഉത്സവങ്ങൾ. പുരുഷന്മാർ എന്ന് പറഞ്ഞ കാരണം സ്ത്രീകൾ അതിനകത്തുണ്ടെന്ന അർത്ഥം. ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കണം? ഓർക്കെന്ന് പറഞ്ഞേ, അങ്ങനെ ആ വേണ്ടിയത് ഭാഗത്തെ അത്ര ഞാൻ പറയുന്നുള്ളൂ. ഹല്ലേലൂയ, നല്ല സ്തോത്രം എന്ന് പറഞ്ഞ് അമ്മമ്മമാർ വന്നില്ല. പിന്നെ യോഗത്തിന് പോകാത്ത അച്ഛന്മാർ കേരളത്തിലുണ്ട്, അറിയാമോ? ഹല്ലേലൂയ. ഗ്രഹനായകനാണ് ഉത്തരവാദിത്വം. ബൈബിളാണ് ഞാൻ പറയുന്നത്, ഞാൻ എഴുതി വെച്ച ഉപദേശമല്ല പറയുന്നത്. പുരുഷന്മാരൊക്കെയും ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം തന്നെയല്ലേ ഉള്ളൂ. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അന്നേരവും ആദാമേ ഉള്ളൂ. അതിനർത്ഥം എന്തുവാ? സ്ത്രീ ആദാമിൽ അടങ്ങിയിരിക്കുന്നു. ഇരുവരും, ഞങ്ങളൊക്കെ പറയുന്നതാ, ഇനി മേലാൽ ഇവര് ഒന്നല്ലേ, 2 ഒന്നത്രേ. എന്തുവാ സ്വാമി, അറിയാവുന്ന പറഞ്ഞു പോയതല്ലേ. ദൈവം യോജിപ്പിച്ചതിനെ, കാരണം എന്തുവാ, അവരൊന്നാ. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഐ എം സോറി ബ്രദർ, ഐ ആം ജസ്റ്റ് സ്പീക്കിംഗ് മലയാളം, ഓക്കെ? The mighty preacher is coming after me in English. Okay. എവിടെയായിരുന്നു? പുരുഷന്മാർ മാത്രം. വർഷത്തിൽ 3 പ്രാവശ്യം വരണം. അവിടെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, അവരോട് പറഞ്ഞേക്കണം വെറും കൈയായി വരരുതെന്ന്. ആഹാ, ഇത് 9 എഴുന്നേക്കുന്നത്. അയ്യോ, 9 യോഗം. ഞാനോ, ബാക്കി ആർക്കെങ്കിലും പറയാമോ? ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെയുള്ള ഭക്തിയോടെ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്നെ ആരാധിക്കും. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൃപയുടെ ബഹുത്വം. എന്ത് വേണം? അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് വണ്ടിയെ കയറുമ്പോഴും അവരെ വേണം കുറ്റം പറയാതെ, ഒന്നും അറിയത്തില്ലേ, ഒരു പാട്ടെങ്കിലുണ്ട്. വാ, ഹല്ലേലൂയ. കൃപ പ്രാപിച്ച് അകത്തോട്ട് വന്നാൽ, കയറി വന്നാലേ അറിയാം. ഇനി എങ്ങനെയാ കൃപ വരുന്നറിയാമോ?
ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹാ, പൂവക്കാലം ഒന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചൊന്ന് സ്തോത്രം പറയായിരുന്നു. പാവത്താൻ പറയിപ്പിച്ച് 2 മിനിറ്റ് സ്തോത്രം പറഞ്ഞാട്ട്, അതും സൂത്രത്തിലാണ് പറഞ്ഞ എല്ലാവരും. കൃപ പലരിലും പെരുകേണ്ടതിന് സ്തോത്രം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് വചനം പൗലോസ് പറയുന്നു. സ്തോത്രം. കൃപ പലരിലും പെരുകണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് കൊലോസ്യലേഖനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയണമെന്നേ. നമുക്ക് ഇഷ്ടമുള്ളവർ കയറുമ്പോഴും ഇഷ്ടമുള്ളത് അറിയുമ്പോഴും മാത്രമേ സ്തോത്രം പറയേണ്ടത്. ഒരു നല്ല സ്തോത്രം പറയാമോ? ഈ പറയുവാണെങ്കിൽ എന്തോ പറയണം? അല്ല, നല്ല സ്തോത്രം. നിങ്ങളുടെ ഭാഷ മാത്രമേ അങ്ങനെ പറഞ്ഞ് കേട്ടുള്ളൂ, അല്ലയോ? പണ്ട് ഞാൻ ഓക്കുളമായി തന്നപ്പം ഒരു സഹോദരി എന്ന് പറഞ്ഞത് എനിക്ക് ഭാഷ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ദൈവമേ, മാപ്പില്ലാത്ത മാപ്പ ഇവിടെ എനിക്ക് ഭാഷ ഒത്തിരി. ഞാൻ എന്തോ പറ്റി, ഭാഷ എപ്പോഴും നല്ല സ്തോത്രം പറയണമെന്ന്. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. പറയേണ്ട നല്ല സ്തോത്രം പറയുമ്പോൾ ഒരു ജീവൻ വേണ്ടായോ? മുഖത്ത് സന്തോഷം വേണ്ടായോ? അയ്യോ, ഇത് പറ്റത്തില്ലല്ലോ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ആരാധിപ്പാൻ, ആരാധനയ്ക്കാണ് വന്നിരിക്കുന്നത്. നീ പറഞ്ഞ കൂടെ 3 ഉത്സവം ആചരിപ്പാൻ, 5 4 യാഗം കഴിക്കാൻ. എന്തിനാ പോന്നിരിക്കുന്നത്? അതിന് പൗലോസ് എടുത്തു പറഞ്ഞു 12:1 അറിയാമല്ലോ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധനമായി പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ. ഓ ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ടൊക്കെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായത്. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടമുള്ള പ്ലേ വരുമ്പോൾ എഴുന്നേറ്റ് ചാടുന്നവരെ ഈ കർത്താവിൻ്റെ സന്നിധിയിലൊന്നും ചാടിയാൽ എന്നാ കുഴപ്പം? ആവശ്യമായി ചാടരുത്. മറ്റേ പോട്ടെ, പരമേശാന്നൊന്നും പറഞ്ഞ് ചാടരുത്. പക്ഷേ എല്ലാം ചന്തവും. നിങ്ങളുടെ, ഞാൻ പറയട്ടെ, ഡാൻസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ കാലുകൾ അനങ്ങും. പക്ഷേ പാനം ചട്ടം പോലെ ആയിരിക്കുമെന്നാ വചനം. ബുദ്ധിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ തന്നിരിക്കുന്നത്. മനുഷ്യൻ പരിഹസിക്കാനുള്ള ആത്മാവിനല്ല തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മുന്നോട്ട് പോട്ടെ. അപ്പോൾ 1 പാലും തേനും ഒഴുകുന്ന ദേശം, പുതിയ നിയമത്തിൽ പിതാവിൻ്റെ ഭവനം. 2 ആരാധിപ്പാൻ. 3 ഉത്സവം. ഇത് ഉത്സവമാണ്. വീണ്ടെടുക്കപ്പെട്ടവർ ഉത്സവം ആചരിക്കണം. നിങ്ങൾ ഉത്സവ പറമ്പിലേക്ക് പോയി എന്തോ ഒരു നിശബ്ദതയാണെന്നറിയാമോ? അല്ലയോ? എന്തുവാ അവിടെ പോയാലേ രഹസ്യം പറയാൻ പറ്റത്തില്ല. ഉത്സവ പറമ്പിൽ പോയാൽ പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെ കണ്ടുണ്ടോ? അവർ ഉത്സവം ആചരിക്കാൻ വന്നതാ. ഉത്സവം അങ്ങനെ ഒരു ബാക്കിയല്ലേ പക്ഷേ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ മഹാസന്തോഷം. അപ്പൊ ഈ അറിയാതിച്ച ശബ്ദം കൂടിപ്പോയാൽ കുഴപ്പമുണ്ടോ? പിന്നെന്താ കൂടാത്തെ? ആചരിക്കുന്നില്ല. ഇവിടെ ഉത്സവം ആചരിക്കാൻ വന്നതല്ല, കാണാൻ വന്നതല്ലേ ഉത്സവം ഉണ്ടോന്ന്. ഹല്ലേലൂയ. ഒരു സ്തോത്രമൊക്കെ പറയണേ. ഉത്സവം ആചരിക്കുന്നതിൽ ഒരു ജയഘോഷം ഉണ്ടെന്ന്.
ബൈബിൾ നല്ലൊരു പാട്ടുണ്ട്, പാടണ്ട. തേത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിന്റെ യാഗം, സമർപ്പണം. ഇനിയും 5 മിനിറ്റ് കൊടുത്തോടെ. 3 ഉത്സവങ്ങൾ. 1 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അല്ലെങ്കിൽ പെസഹ. 2 പെന്തിക്കോസ് പെരുന്നാൾ. 3 കൂടാര പെരുന്നാൾ. അത് അന്ത്യ സഭായോഗം. പിന്നൊരു പെരുന്നാൾ ഇല്ല. ആ കൂടാരത്തിൽ പോകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പെസഹ, പാസ്ഓവർ. പാസ്ഓവർ എന്ന കടന്നുപോയി. സംഹാരദൂതൻ പഴയ നിയമത്തിൽ പാസ്റ്ററെ കടന്നുപോയപ്പോൾ പുതിയ നിയമ സംഹാരദൂതന്റെ വിഷയം എടുത്തുകൊണ്ട് ഒരുത്തൻ പോന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. He was passing by. അങ്ങനെ എഴുതിയിരിക്കുന്നേ. യോഹന്നാൻ കാണിച്ചു കൊടുക്കുക, ദേണ്ട പോകുന്നു. He is passing by. മാനവജാതി പാപം ചെയ്ത് പാപം പേറി എടുത്തുകൊണ്ട് He is passing by. പെസഹ, പുളിപ്പില്ലാത്ത അപ്പവും അവനാ. ആണോ ഇല്ലയോ? അവനിൽ പാവമില്ലെന്ന് ഗവൺമെന്റ് പറഞ്ഞില്ലേ? ഊനമില്ലാത്ത കുഞ്ഞാടവനല്ലേ? He was passing by. Passover. From Genesis up to Calvary. മാനവജാതി പാപം ചെയ്തുകൊണ്ട് the whole human being was without form and void. പാഴും കാൽവറി വരെ. എന്താ പാഴും ശൂന്യം എന്ന് പറഞ്ഞാൽ? തൃപ്തിയില്ല. എന്ത് ചെയ്താലും തുടങ്ങി അവിടുന്ന് സഹോദരനെ കൊല്ലുക. എവിടെ തുടങ്ങിയതാ? ഉൽപ്പത്തി. അടുത്തത് ഇനിയൊന്ന് നശിപ്പിക്കുന്ന കാണണം. ഇതൊക്കെ പാഴും ശൂന്യമായ അവസ്ഥയാ. തിരഞ്ഞെടുത്തവർ പോലും അവിശ്വസ്തരായി. എലിയുടെ മക്കൾ അവിടെ ഇല്ല. ഈവൻ ശൗമേലിന്റെ മക്കളും ഇല്ല. പറയുവാണ് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഉള്ള രാജാവ് തൃപ്തിയില്ല. ആണ് ഇവനാ ഞങ്ങളെ കൊണ്ടുവന്ന കാളക്കുട്ടി. അടുത്ത നീണ്ട് 400 വർഷം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്രൂശ് വരെ മാനവജാതി പാഴും ശൂന്യമായിരുന്നു. Our God is a God of forming and filling. He formed the earth and filled it with the human, the living creatures. He formed the sky and filled it with the birds. He formed the sea and filled it with the fish. മീനും തിമിംഗിനെ കൊണ്ട് വെച്ചു. ഇനി ശ്രദ്ധിച്ചാലേ കേൾക്കത്തുള്ളൂ, അല്ല മനസ്സിലാവത്തുള്ളൂ. He formed man in his own image and his own likeness. അവന്റെ സ്വരൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും രൂപമുണ്ടാക്കി. Our God is a God of forming and filling. He formed mankind and filled with the spirit. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Praise the Lord. സമയം കുറവാണ്. ഞാൻ പറഞ്ഞ ഇന്ന് നിർത്തിയാൽ പറ്റത്തുള്ളൂ. നാളെ പെന്തക്കോസ്ത് ദിവസം പറയാൻ പറ്റത്തില്ല. സ്വതന്ത്രം ഷാജിബാറിന് പോകണം അല്ലയോ? ഇപ്പം നിർത്തിയാൽ. Praise the Lord. Calvary vare the humanity was in void and without form.
കാൽവറിയിൽ നടന്നത് പാപിയായ മനുഷ്യനെ വീണ്ടും ഫോം ചെയ്യായിരുന്നു. മനസ്സിലായ സ്തോത്രം. മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ അവസ്ഥ എന്താണ്, എവിടേക്ക് എങ്ങനെയായി തീരും, ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ പോകുമെന്ന് 33 വർഷം ജീവിച്ചു കാണിച്ചു. കാൽവറിയിൽ മാനവജാതിയെ രണ്ടാമത്, കാരണം ഒരിക്കൽ ജനിച്ചവനെ, മനുഷ്യനെ ജനിപ്പിച്ചത് ഫോം ചെയ്ത് ഫില്ല് ചെയ്തു. ഒരിക്കൽ ജനിച്ചവൻ പാഴും ശൂന്യമായി പോയപ്പോൾ കാൽവറിയിൽ ഒരു വീണ്ടും ജനം നടക്കുക, പുതുമനുഷ്യൻ. ദൈവസഭയുടെ പേര് പുതുമനുഷ്യൻ കൂടെ ഉണ്ട്. മനസ്സിലായവർക്കായ സ്തോത്രം. മക്കളെ, ഇത് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോയതുകൊണ്ടാണ് മലയാളം തന്നെ അങ്ങ് പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷും പറയാം കേട്ടോ. നിങ്ങളിങ്ങ് പോരാ, അല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. എന്നിട്ട് ഒരു ഊന്നൊക്കെ വെച്ച് തന്നത് എനിക്കുണ്ട്. ഹല്ലേലൂയ. കാൽവറി നടന്നത് എന്തുവാ? ഒരു പുതുമനുഷ്യൻ, എ ന്യൂ ക്രിയേച്ചർ. ഒരു പുതുമനുഷ്യനെ കാൽവറിയിൽ ഫോം ചെയ്തു. നിങ്ങൾ എന്നോട് ഉണ്ടോ? ആ പുതുമനുഷ്യനായി ഇരിക്കുന്നത്. കാൽവറി ഇല്ലെങ്കിൽ കിരീടമില്ല, കാൽവറി ഇല്ലെങ്കിൽ ഞാനില്ല, കാൽവറി ഇല്ലെങ്കിൽ സഭയില്ല. ഗതസമനയിലും കാൽവറിയിലും ഉള്ള കരച്ചിൽ എന്റെ കരച്ചിലാന്നേ. എന്നെ ഓർത്ത അവൻ രക്തം വിയർപ്പ് തുള്ളിയാക്കിയത്. മനസ്സോടെ ശാപമരത്തിൽ കയറി. Praise the Lord. ക്രൂശിൽ പാറ പിളർക്കപ്പെട്ടു. മരിച്ചവരെ വിലാപ്പുറത്ത് കുത്തിയില്ലേ? മാറത്ത് കുത്തി പാറമേൽ പിളർപ്പുണ്ടായി. പാറയുടെ പിളർപ്പിലും കടുന്തുക്കിലും മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. അതാ സഭ. മുമ്പോട്ട് പോട്ടെ. കാൽവറിയിൽ നടന്നത് ഒരു പുതിയ വ്യക്തിക്ക് രൂപം കൊടുക്കുന്നതായിരുന്നു. ആ വ്യക്തിയെ ഫിൽ ചെയ്ത ദിവസമാ പെന്തിക്കോസ് ദിവസം. ഇത്രേ തോത്രേ ഉള്ളൂ. ഞാൻ പോയിട്ട് ആത്മാവിനെ അയക്കും. നിങ്ങൾ കാത്തിരിക്കണം, വേറെ എങ്ങും പോകരുത്. ക്രൂശിൽ ഞാൻ നിങ്ങളെ ഫോം ചെയ്തു. പഴയ നിയമത്തിലെ പത്രോസ് അല്ലെന്ന്, പുതിയ നിയമത്തിലെ പത്രോസ്. പഴയ നിയമത്തിലെ യോഹന്നാൻ അല്ല, പുതിയ നിയമത്തിലെ യോഹന്നാൻ. നിത്യജീവന്റെ മുകളിൽ നിന്നിലുണ്ടെന്ന് പറഞ്ഞിട്ടും സഭയിൽ വന്നപ്പോൾ തള്ളി പറഞ്ഞില്ലേ? പക്ഷെ അവനെയും യേശു വിസിറ്റ് ചെയ്തു. എന്റെ പക്കൽ ചില ആടുകളോട് ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഓ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ പോവുകയാ. എന്റെ I accomplished my project. It is finished. So I am going back to my Father. But you need to do one thing. Wait upon His presence. അവന്റെ സന്നിധിയിൽ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒന്നുകൂടെ പറയുന്നത്, പറഞ്ഞവൻ മറക്കുകയില്ല. On the day of Pentecost, here comes the power from heaven. Oh, ഇതിലൂടെ പെന്തക്കോസ് പള്ളിയായത്. ഇമ്മാനുവേൽ ചർച്ച് അല്ല, ഇമ്മാനുവേൽ പെന്തക്കോസ് ചർച്ച്. On the day of Pentecost, here comes a sound from heaven. അതിന്റെ അർത്ഥം എന്നറിയാമോ? വിവരിക്കുന്നില്ല. അവൻ അവിടെ ഉണ്ടെന്നുള്ള അർത്ഥം. മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് പോയാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് ശബ്ദം കേൾക്കും. അവൻ അവിടെ ഉണ്ടെന്നുള്ള ശബ്ദമാണ് കേട്ടത്. ആര്? പ്രോമിസ് ചെയ്തവൻ.
ആദ്യം കൂടിയിരുന്ന സ്ഥലം നിറച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കുമ്പോൾ നമ്മൾ കൂടിയ സ്ഥലം ദൈവാത്മാവ് നിറയ്ക്കും. ഇതാ പറയുന്ന ആലയത്തിനകത്തോട്ടൊക്കെ ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ദൈവസാന്നിധ്യത്തോടെ സ്ഥലമാണ്. കൂടിയ സ്ഥലം നിറച്ച് ഓരോരുത്തരുടെ പേരും പറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. They started speaking in tongues. When on the day of Pentecost, അങ്ങനെയാണെങ്കിൽ ഇന്നും അതേ ദിവസമാണെങ്കിൽ just start speaking tongues. Oh yes. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. തുടർന്ന് ബാക്കി പിന്നെ പറഞ്ഞോളാം. പക്ഷെ ഒരു പോയിന്റ് പറയണം. ഒന്നാമത്തെ പെരുന്നാൾ പാസ്ഓവർ, രണ്ടാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ, സോറി പെന്തക്കോസ്ത്, മൂന്നാമത്തെ പെരുന്നാൾ. ഇനി ഒരു സഭായവും ഇല്ല. ബൈബിൾ എഴുതിട്ടുണ്ട് അത് അന്ത്യസഭായോ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊന്നിൽ നമ്മൾ നിത്യ കൂടാരത്തിൽ ചേരും. ഈ ദേഹം മണ്ണിൽ ഉപേക്ഷിക്കും. ഒരു സ്തോത്രം പറഞ്ഞു. ഉപേക്ഷിച്ചേ പറ്റൂ. മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കേണ്ടതിന്, ജീവനില്ലാത്തത് നിർജീവമായ ജീവനുള്ളത് പ്രാപിക്കേണ്ടതിന്. ദേഹം മണ്ണോട് ചേരുമെന്നേ. മരണം ഭയപ്പെടരുത് വിശ്വാസി. ഒരു ഒറ്റ സ്തോത്രം പറയാമോ? മരണം ഭയപ്പെടരുത്. ദേഹം മണ്ണോട്. ഈ കൂടാരം പൗലോസിന്റെ ഭാഷ ഭൗമികമായ എന്താ കൂടാരമായി ഈ ഭവനം. അപ്പൊ ഇതൊരു കൂടാരമാ. എന്നാ ഇത് അടിയുന്നത്? ഇത് മണ്ണോട് ചേരുമ്പോൾ കൈപ്പണിയില്ലാത്ത ഒരു നിത്യ കൂടാരം, നിത്യഭവനം. ഒന്നെഴുതേക്കാം. നമുക്ക് ആ പാട്ടൊന്ന് പാടി തുടങ്ങാം. ദേഹം മണ്ണിലുപേക്ഷിച്ചു ചേർന്ന് പാടിക്കാട്ട്. പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ താണ്ടിടും പാറയിലും പ്രിയത്തുണ കാണും മാറുകരയിൽ ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പാടും. കാണാമ
പോകാത്ത പാദമേ, എനിക്കായി പിറന്ന പാദമേ, ഓ ഞാനെൻ പാദങ്ങൾ വെച്ചിടും, നീങ്ങി പോകാത്ത പാദമേ, എനിക്കായി പിറന്ന പാദമേ, ഓ ഞാനെൻ പാദങ്ങൾ വെച്ചിടും. Hallelujah, we praise you, Lord. We thank you, Lord. We worship you. Hallelujah. എനിക്കായി പിറന്ന പാദമേ, വൻതിരകൾ വൻതിരകൾ രോഗദുഃഖം Hallelujah. We love you, Lord. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ നമസ്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. Praise you, Lord. Hallelujah. രക്തത്താൽ ഞങ്ങളെ വീണ്ടതിന്